കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഹലോ മിന്നു, എന്താടി? കുക്കി, നാളെ എന്താ നിനക്ക് പരിപാടി? നാളെയോ? നാളെ എന്താ പരിപാടി? സൺഡേ അല്ലേ, വെറുതെ ഇരിക്കണം. ഓ, എന്തുവാടി കുക്കി, സൺഡേ ആയിട്ട് വെറുതെ ഇരിക്കാനും? വേറെ എന്തു ചെയ്യാനാ മിന്നു? ഒന്നാമത് ഇപ്പൊ ഭയങ്കര മടിയാ. അതാ പറഞ്ഞേ, നാളെ നമുക്ക് ടൗണിലൊക്കെ പോയി കറങ്ങിയിട്ട് വന്നാലോ? അതാകുമ്പോൾ നിന്റെ മടി മാറും, നമുക്ക് അടിച്ചു പൊളിക്കുകയും ചെയ്യാം. ഐഡിയ ഒക്കെ കൊള്ളാം. അതിന് നിന്റെ ഈ ടൗണിൽ പോയി കറങ്ങാൻ കാശുണ്ടോ? ഓ പിന്നെ, ടൗണിലും മാളൊക്കെ വായി നോക്കി നടക്കുന്നതല്ലയോ കാശ്. വായി നോക്കുന്നതിന് കാശ് വേണ്ട, ബട്ട് ടൗൺ വരെ പോകാൻ വണ്ടിക്കൂലി വേണ്ടേ? അതെവിടുന്നാ? എന്തോന്നാ കുക്കി, നീ ചുമ്മാ നെഗറ്റീവ് അടിക്കല്ലേ. നീ ചിമ്മിച്ചാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്ക് തൽക്കാലത്തേക്ക്. ആ ബെസ്റ്റ്, അവൻ തന്നെ മറ്റേ മരപ്പട്ടി ഓസിയാ ജീവിക്കുന്നത്, അപ്പോഴവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ. എങ്കിൽ നീ ആ മരപ്പട്ടിയോട് ചോദിക്ക്. മിന്നു, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിയും കേട്ടോ. എൻ്റെ പട്ടി ചോദിക്കും അങ്ങേരോട്. എൻ്റെ പൊന്നു കുക്കി, ഞാൻ വെറുതെ പറഞ്ഞ. നീ എന്തായാലും നാളെ വാ, നമുക്ക് സെറ്റാക്കാം. ആ, ഞാനൊന്ന് നോക്കട്ടെ, എവിടെന്നെങ്കിലും ഒപ്പിക്കാം. ശരിടി, ബൈ. ആ ചിമ്മിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ അവൻ്റെ. നിനക്ക് 500 രൂപയെന്ന് ഇത്ര നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല, വെറും 500 രൂപയല്ലേ ഉള്ളൂ. നിന്റെ വാർത്താനം കേട്ടാൽ ഞാൻ നിന്നോട് 5 ലക്ഷം രൂപ ചോദിച്ച പോലാണല്ലോ. അതുകൊണ്ടൊന്നുമല്ല, 500 പോയിട്ട് ഒരു 50 രൂപ എടുക്കാൻ അകത്ത് എന്നോട് നീ ഒന്ന് കാശ് ചോദിച്ചോണ്ട് പറഞ്ഞ. ഓ, നിന്നോട് ചോദിച്ച എന്നെ വേണം തല, ഞാൻ പോവാം. ആ മരപ്പട്ടിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, തരുമുണ്ടോ? എന്തായാലും പോയി നോക്കാം, ചിലപ്പോൾ തന്നാലും. അതെ, എന്താ കാര്യം? എനിക്കൊരു 500 രൂപ തരുമോ? വെറുതെ വേണ്ട, കടമായിട്ട് മതി, ഞാൻ കിട്ടുമ്പോൾ തന്നേക്കാം. ആ അത്രേ ഉള്ളോ? അതൊക്കെ ഞാൻ തരാമല്ലോ. ആണ് വിചാരിച്ച പോലല്ല, പാവമാണെന്ന് തോന്നുന്നു. അല്ല, എന്തു ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാ. ആരെ? എന്തിന്? ആരെയെന്നോ? നിന്റെ പട്ടിയെ. പോയി വിളിച്ചോണ്ട് വാ. പട്ടിയോ? ഏത് പട്ടി? അല്ല, നേരത്തെ ഇവിടെ ആരോ പറയുന്ന കേട്ടല്ലോ, പട്ടിയെ വിട്ട് കാശ് ചോദിക്കുന്നൊക്കെ. ഡോ, താനപ്പം ഞാൻ സംസാരിച്ചതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടല്ലേ? ആ, നീ അത് പറഞ്ഞു കിടക്ക്. എനിക്കത്ര വൃത്തിയിട്ട ശീലങ്ങളൊന്നുമില്ല. ഓ ഇല്ല, എന്നിട്ടാണല്ലോ ഞാൻ ഫോണിലൂടെ സംസാരിച്ചൊക്കെ ഒളിഞ്ഞു നിന്നതാ കേട്ടത്. അത് നീ അത് നിന്റെ ഈ കീ സൗണ്ടിന്റെ വോളിയം ഒന്ന് കുറയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ പറയുന്നൊന്നും ആരും കേൾക്കത്തില്ല. അതെ, മതി കളിയാക്കിയത്. തൻ്റെ 500 രൂപ എടുക്കാനുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. ശേ, നിക്കി ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ഇന്നാ. ഇത് കീറിയ നോട്ടാണല്ലോ. ആരിത്? നിന്നു? എന്താ ഇങ്ങോട്ടൊക്കെ പതിവില്ലാതെ? അതിച്ചായ, ഞാനും കുക്കിയും കൂടെ ഒന്ന് ടൗൺ വരെ പോവാ. ഓ അങ്ങനെ. അല്ല, എന്താ ഇപ്പൊ കുട്ടി വിളിച്ചേ? ഇച്ചായാന്ന്. എന്താ? ഹേയ്, ഒന്നുമില്ല. ഐ ലൈക്ക് ഇറ്റ്, യു കണ്ടിന്യൂ. അല്ല, ഇന്ന് സൺഡേ അല്ലേ, വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി. അതാ അവളോടൊരു ഔട്ടിങ്ങിന് വരാൻ പറഞ്ഞു. ഔട്ടിങ്ങോ? എങ്കിൽ ഞാനും വരാം. അതൊന്നും വേണ്ട, ഇച്ചാന് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കുട്ടി? അല്ലിച്ചായ, കുക്കി എവിടെ? ആ വാ, അവളുടെ റൂമിൽ കാണും. ഡോ, ഇത് കീറിയ നോട്ടാ. കീറിയ നോട്ടോ? ഇവിടെ നോക്കട്ടെ. ഇതെങ്ങനെ കീറി? ഇതെങ്ങനെ കീറിയെന്ന് എനിക്ക് എങ്ങനെ അറിയാം? തനിക്ക് കാശ് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, വെറുതെ ഈ തറപ്പണി കാണിക്കണം. നീ ആരോടാ ഈ തട്ടിക്കേറിക്കൊണ്ട് വരുന്നേ? ഒരു ഉടുപ്പ് ഇല്ലാണ്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെന്ന് പോരാ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഓ
ഉളുപ്പില്ലാതെ തനിക്കാടോ മാരപ്പട്ടി. ആർക്കടി ഉടുപ്പില്ലാത്ത? ഡോഡോ താഴത്തെങ്ങോട്ടായി തട്ടിക്കയറി പോന്നേ? എന്താടി പേടിയാണോ നിനക്കെന്നെ? രവിനെ കുക്കി ചിന്നിയോ? മിന്നു അല്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ കീരും പാമ്പ് എന്നും മുതൽ ആടയും ചക്കരയായത്? ചിമ്മി, ഇത് നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. മിന്നു വാ പോവാ. രവി, നീ ഇവിടെ നിന്നേ. എന്താ ചിമ്മി, എന്ന് മുതലാ ഈ കീരിക്ക് പാമ്പിന്റെ സൈഡിലോട്ടൊരു ചായ്വ് തുടങ്ങിയത്? ചായ്വോ? നീ ചുമ്മാ ഒന്ന് പറഞ്ഞു നടക്കല്ലേ ചിമ്മി. ഞാനൊന്നും പറയുന്നില്ല, രണ്ടിൻ്റെ ചുറ്റിക്കളഞ്ഞ് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ പോവാം. പോയിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. കർത്താവേ, ചിമ്മി വന്നത് നന്നായി. ഒരു 10 മിനിറ്റോടെ ലേറ്റായിരുന്നെങ്കിൽ ഞാൻ പ്ലേ സ്കൂൾ ഇറങ്ങേണ്ടി വന്നു. കാര്യം അവൾ വായാടിയാണെങ്കിലും ഒടുക്കത്തെ ക്ലാമർ.